എൻ്റെ പേര് അഖില മനു. സ്ഥലം അമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഭരണങ്ങാനത്ത്. ഞങ്ങൾക്ക് 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 15-ാം തീയതിയാണ്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ അമ്മ പറഞ്ഞതിനനുസരിച്ചാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് മാതാവിനെക്കുറിച്ചും എന്താണ് ഇവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് എന്താണ് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഉടമ്പടി തൈല് ഉപയോഗിച്ച് വയറ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഉടമ്പടി തേനും ഉപ്പും എല്ലാ ദിവസവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 9 വർഷങ്ങളായിട്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്നുള്ളതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2016 കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 2 അബോർഷനായി എനിക്ക്. അതിനുശേഷം സബൈൻ ഹോസ്പിറ്റലിൽ ഒരു 3 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. ആ മെഡിസിൻ മാത്രം എടുത്തുള്ളൂ. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ എന്താ ആവാത്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി ഇനി ഒരു ട്രീറ്റ്മെൻറ്റിന് പോകണ്ട, നമുക്ക് എപ്പോഴേലും ദൈവം തരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും ആകാതിരുന്നപ്പോൾ ഞങ്ങൾ ഇനി ആകുകയില്ല എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. 2022 ആദ്യം 2016 ഒരു അബോർഷനായി, അത് കഴിഞ്ഞ് 2022 ഒരു അബോർഷനായി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റിനും പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ 2 വർഷം കൊണ്ടാണ് മാതാവ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ച് തന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനിതിൽ ഇത്രയും വിശ്വസിക്കാമെന്ന് പറഞ്ഞതിൽ ഇത്രയും നാളായിട്ട് നടക്കാതിരുന്നൊരു കാര്യം ഞാൻ പോലും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ഓണത്തിൻ്റെ അന്നാണ് ഞങ്ങൾ ഓശാന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്, പാലിയേറ്റീവ് നേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഓണത്തിൻ്റെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കൺസീവ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ പരിപാടിക്ക് കസേരകളി അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ ഞാൻ അന്ന് എനിക്ക് അങ്ങനെയൊന്നും കളിക്കാനൊന്നും തോന്നായിരുന്ന അന്ന് എന്നോട് ഇവിടെ എൻ്റെ കൂടത്തിൽ ജോലി ചെയ്യുന്ന 2 ചേച്ചിമാരുണ്ട്. അവരെപ്പോഴും ഇവിടെ വന്ന് കൃപാസനത്തിൽ എല്ലാ മാസവും വരുന്നവരാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അഖിലേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയപ്പം അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഞ്ഞുങ്ങളില്ലാത്തവർ മാതാവിനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് 19-6 വയസ്സായി, അപ്പം ഞാൻ മാതാവിനെ എടുക്കാൻ പറഞ്ഞപ്പോൾ എടുക്കണമെന്നുള്ള ഇതില്ലായിരുന്നു. പക്ഷെ നിൻ്റെ കാര്യം ഞാൻ മനസ്സിലോർത്തു. നീ എന്നാണേലും ഉടമ്പടി എടുത്ത് ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ, അപ്പം ഞാൻ നിൻ്റെ കാര്യം മനസ്സിലോർത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉടനെ ആയിക്കോളും, നീ പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ വെറുതെ ഇരിക്കുക. അപ്പം നമ്മുടെ ഇവിടുത്തെ കൃപാസനത്തിൽ ഒരു പത്രം കിട്ടി. ആ പത്രത്തിൽ 20 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്ന ദമ്പതികൾക്ക് കുഞ്ഞിനെ കിട്ടി എന്നുള്ളൊരു സാക്ഷ്യം ഞാൻ വായിക്കുക. അപ്പം ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു, അമ്മ മാതാവേ, ഞാനാണെങ്കിൽ 2 വർഷമായി ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇത്ര വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല, മാതാവേ എനിക്ക് ഒരു കുഞ്ഞിനെ തരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക, ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എന്നാണേലും പ്രാർത്ഥന കേൾക്കാതിരിക്കുകയല്ല, എപ്പോഴേലും തരുമ്പോൾ തന്നാൽ മതി എന്നിങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാനിത് എൻ്റെ കൂട്ടത്തിലുള്ള ജോലി ചെയ്യുന്നവരോടാണ് പറയുന്നത്, എന്നാണോ 2-3 ദിവസമായിട്ട് എനിക്ക് ബ്രഷ് ചെയ്യുമ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ വരുവാന്ന്. അപ്പം എന്നോട് പറഞ്ഞു, എടി അന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് നോക്ക്. ഞാൻ പറഞ്ഞു 9 വർഷമായി, 2 അബോർഷനും കഴിഞ്ഞു. ഈ 9 വർഷത്തിനുള്ളിൽ ഞാൻ എല്ലാ പ്രാവശ്യവും സ്ട്രിപ്പ് മേടിച്ച് നോക്കുന്ന, എന്നിട്ട് ഇതുവരെ എനിക്കൊന്നും ആയില്ല, ഇനി ഞാൻ ഈ പ്രാവശ്യം നോക്കുന്നില്ല, വെറുതെ എന്നിങ്ങനെ ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വിശേഷം ഉണ്ടെന്ന് അറിയുന്നത്. ആ വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷവും മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു. വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ആശുപത്രി ചെന്ന് ആ സമയത്തൊന്നും എനിക്കിവിടെ വരാൻ പറ്റത്തില്ല. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പം ബെഡ് റെസ്റ്റ് പറഞ്ഞു 3 മാസം. 3 മാസത്തിന് 5 മാസവും റെസ്റ്റ് എടുത്ത് ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ കാരണം 33 ആയി ഏജ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, 2 പ്രാവശ്യം അബോർഷനായി, അതുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും 5 മാസം വരെ ബെഡ് റെസ്റ്റ് എടുത്തു.
6-ാം മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് ഞാൻ വയറുമായിട്ട് ഞാൻ ഇവിടെ വന്നു. 5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിനെ കാണണമെന്ന് തോന്നി. ഞാൻ വന്നു. മാതാവ് എനിക്ക് തന്നാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ 6-ാം മാസത്തിൽ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തന്നേക്കണം. ഞാനിവിടെ അവിടെ നിന്ന് പടി മുതൽ മാതാവിൻ്റെ അടുത്ത് വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മുട്ടയിൽ നീന്തി എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് പോയത്. 9 മാസവും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇത് വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം 2 പ്രാവശ്യം അബോർഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും പേടിയാണ്. അതുകൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു കുഴപ്പമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും 9 മാസവും ഒരു കുഴപ്പമില്ലാതെ വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു 30% ഉള്ളൂ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ചാൻസ്. എന്താണെങ്കിലും നോക്കാം. നോർമൽ ഡെലിവറി ആയില്ല എന്നെങ്കിൽ നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യേണ്ട വരും. കാരണം ഏജ് പ്രശ്നമാണ്, യൂട്രസിൽ ഒരു ചെറിയ തടിപ്പുണ്ട്, ഇതെല്ലാം പ്രശ്നമാണ്. നമുക്ക് നോർമൽ ഡെലിവറി ആകുമോയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഏപ്രിൽ 7-ാം തീയതി അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെ പെൽവിക്സ് വികസിച്ചിട്ടില്ല, അതുകൊണ്ട് സിസേറിയൻ എന്തെങ്കിലും ആകുമായിരിക്കുമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം രാത്രിയിൽ പെയിൻ വന്നു. ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ ഡെലിവറി ആയി. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നു. ഇപ്പോൾ അവൾക്ക് 1.5 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ മാതാവിനോട് ഞാൻ ഇവിടെ വരുന്നതിന് 6-ാം മാസത്തിൽ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ ഞാൻ ഇവിടെ വരുമ്പം എൻ്റെ കുഞ്ഞിനെ എല്ലാ ചടങ്ങുകളും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് എത്തിച്ചിട്ടേ ഞാൻ എല്ലാ ചടങ്ങും ചെയ്യുള്ളൂ, എവിടെയാണേലും കൊണ്ടുപോകുള്ളൂ എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദുവും കൂടെ ആയത് കാരണം നമുക്ക് നൂലുകെട്ടും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ ചടങ്ങെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചിട്ടേ ഞാൻ ബാക്കി എല്ലാ ചടങ്ങും നടത്തുള്ളൂ. മാതാവ് എനിക്കിവിടെ വരാനുള്ള സാഹചര്യം എത്രയും പെട്ടെന്ന് ഒരുക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. ഒരു കുഴപ്പമില്ലാതെ നല്ല മിടുക്കിയായിട്ടൊരു പെൺകുഞ്ഞിനെ തന്നെയാണ് മാതാവ് തന്നത്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.